വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. പെപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു കറിയാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഫ്രഷ് ചിക്കനാണ്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് അരച്ചെടുക്കണം. ഒരു അയണിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കറി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് കോക്കനട്ടിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴന്നു വരാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഏത് കറിക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ഈ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയിൽ. ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇത് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. അയണിൻ്റെ കടായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് എരിവും
ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട് നേരത്തെ കുതിർത്ത് വെച്ചിരുന്നത് അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ലാസ്റ്റ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറും ഉണ്ടാവും. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് തിളച്ച് പോകരുത്. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതേപോലെ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.